QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇപ്പൊ കൈവന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് പറയുന്നത് ലോകത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള റാങ്കിങ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഉള്ളത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. 192 യൂണിവേഴ്സിറ്റീസ് ആണ് US നിന്ന് ഉള്ളത്. ഇനി രണ്ടാം സ്ഥാനത്ത് UK ആണ്, അവിടുന്ന് 90 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് ചൈനയാണ്, അവിടുന്ന് 72 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇനി ഇന്ത്യയിൽ നിന്ന് നാലാം സ്ഥാനത്ത് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് 54 യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2014 ഇന്ത്യയിൽ നിന്ന് വെറും 11 യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 11 എന്നുള്ളത് 10 വർഷം കഴിഞ്ഞപ്പം 54 മാറിയിരിക്കുന്നു. ഈ 54 മാറിയെന്ന് മാത്രമല്ല അതിന്റെ പ്രത്യേകത. മുമ്പ് IITs പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ഗവൺമെന്റിന്റെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് അത് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് കേരളത്തിൽ നിന്നുള്ള അമൃത വിശ്വവിദ്യാപീഠം ഉൾപ്പെടെ ഒരുപാട്, അതുപോലെ കലിംഗ യൂണിവേഴ്സിറ്റി, അതുപോലെ അശോക യൂണിവേഴ്സിറ്റി, ശിവനാടാർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടോപ്പിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ വേൾഡിലെ ടോപ്പ് 200 യൂണിവേഴ്സിറ്റീസ് എടുത്താൽ അത് ഇന്ത്യയിൽ നിന്ന് 3 IITs ഉൾപ്പെട്ടിട്ടുണ്ട്. ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിൽ ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു IIT വരുമെന്നുള്ള കാര്യവും സംശയമില്ലാത്ത കാര്യം. ആ രീതിയിൽ ഇന്ത്യയിലെ IITസിന്റെ ഒക്കെ റാങ്കിങ് ഗ്ലോബൽ ലെവലിൽ ഇംപ്രൂവ് ആവുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് എക്സ്പെർട്ടുകളെല്ലാം പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആവിർഭാവമാണ്. ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം വിവാദമായി. തമിഴ്നാട്ടിലാണ് അത് കൂടുതൽ വിവാദമായത്, NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. കാരണം അതിന്റെ സ്കൂൾ തലത്തിൽ 3 ഭാഷകൾ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രശ്നമാണെന്ന്, ഒരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞത് വലിയ വിവാദമാക്കിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈ പല എക്സ്പെർട്ടുകൾ, അപ്പൊ നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. പല എക്സ്പെർട്ടുകളും പറഞ്ഞത് ഇതുപോലെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിലൊക്കെ ഏറ്റവും ടോപ്പിൽ വരുന്ന അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ഈ ഒരു പിന്നീട് പുതിയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ കൊളാബറേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അതുപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇന്ത്യയിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ ദേശീയ വിദ്യാഭ്യാസ നയം പുനർഘടന ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലേക്ക് ഇത്രയും വലിയ അഡ്വാൻസ്മെന്റ് വരുന്നത്. വരും വർഷങ്ങളിൽ ഇതിലും വലിയ അഡ്വാൻസ്മെന്റ് ഉണ്ടാവും. ഇന്ത്യ ചൈനയ്ക്ക് തൊട്ട് പുറകിലെത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് 72 യൂണിവേഴ്സിറ്റീസ് ഉള്ളപ്പോൾ ഇന്ത്യയിൽ നിന്ന് 54 യൂണിവേഴ്സിറ്റികളാണ് പുതിയ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഉള്ളത്.